ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. നമ്മളെ കഴിഞ്ഞ ക്ലാസ് എന്താ പഠിച്ചത്? എന്തൊക്കെ ലെറ്റേഴ്സ് വ്യഞ്ജനാക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചത്? പായും പഠിച്ചു, പിന്നെ ഏത് പഠിച്ചു? ഫായും പഠിച്ചു അല്ലേ? പാ കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ലെറ്റർ ഫായും പഠിച്ചു. പായ ഫായും പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരമാണ് എന്താണെന്നറിയോ? ബ. എന്താണത്? ബ. അതെങ്ങനെ എഴുതുന്നത്? ഇങ്ങനെ ഒരു സ്റ്റാൻഡിങ് ലൈൻ വരച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് സീറോടും ഓടും. എന്നിട്ട് അതിനകത്തൂടെ ഇങ്ങനെ ഒരു ഇത് തിരിച്ചിട്ടു ഇങ്ങനെ ഒരു എന്ത് ചെയ്യും? ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കും. എന്താണത്? ഇങ്ങനെ കാണുന്നത് എന്താണ്? ബ. എങ്ങനെയാണ്? ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു, അതിനോടൊപ്പം ചേർത്ത് തന്നെ ഒരു ഓ എന്നുള്ള ഇംഗ്ലീഷ് ആൽഫബറ്റ് വരയ്ക്കുന്നു. ദെൻ അതിലൂടെ തന്നെ ചേർത്ത് അതിനകത്ത് എന്താകുന്നു? ഒരു സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ ഇട്ടാൽ നമ്മൾ ഇത് എന്ത് വായിക്കും? ബ എന്ന് വായിക്കും. ഇതെന്താണത്? ബ എന്ന് നമ്മൾ വായിക്കും. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ എന്ത് വായിക്കും? അതിനെ ബ എന്ന് വായിക്കും. ഇനി ഈ ബ വെച്ചിട്ട് വരുന്ന വാക്കുകൾ നമുക്ക് നോക്കാം. പേജ് നമ്പർ 32 എടുക്കൂ. അതിലുണ്ട് എന്താ? ഫസ്റ്റത്തെ പിക്ചർ നോക്കൂ നിങ്ങള്. ചിലവരുടെ വീട്ടിലൊക്കെ ഇത് വളർത്താറുണ്ട്. നമ്മളിപ്പോ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, നമ്മളെ പാടങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ ഈ സാധനത്തിന് അവിടെ കൊണ്ട് മേയാൻ വിടാറുണ്ട്. എന്നിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യും? ഇതിന്റെ മുട്ടയൊക്കെ കൊണ്ടുതരും അല്ലേ? കൃഷിയൊക്കെ ഉള്ളവർക്ക് അത് നല്ല പരിചയമുണ്ട്. അവർ ആ പാടങ്ങളിലേക്ക് ഈ ബേർഡിനെ കൊണ്ട് തിന്നാൻ മേയാൻ വിട്ടിട്ട് എന്ത് ചെയ്യും? നമ്മൾക്ക് അതിന്റെ മുട്ട അവിടെ കൊണ്ട് തരും അല്ലേ? അതെന്താണത്? പിന്നെ ചിലവർ അതിനെ വീട്ടിൽ വളർത്താറുമുണ്ട് ഈ സാധനത്തിനെ അല്ലേ? എന്താണത്? നോക്കൂ, പരിചയമുണ്ടോ? എന്താണത്? താറാവ് അല്ലേ? താറാവിനെ നമ്മൾ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഡക്ക് എന്ന് പറയും. അപ്പൊ ഹിന്ദിയിൽ അതിനെ കൂടെ പഠിക്കാം. നമുക്ക് താറാവെന്ന് മലയാളത്തിൽ അറിയാം, ഇംഗ്ലീഷ് അതിനെ ഡക്ക് എന്ന് നമ്മൾക്കറിയാം അല്ലേ? ഇനി അതിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത് നോക്കാം. ബദക്. ഹിന്ദിയിൽ എന്താ താറാവിനെ പറയുന്നത്? ബദക്. ബാസെ ബദക്. ബദക് എന്ന് പറഞ്ഞ താറാവ്. ബാസെ ബദക്. ബദക് എന്ന് പറഞ്ഞ ഡക്ക്, താറാവ്. അപ്പൊ താറാവിനെ എന്താ ഹിന്ദിയിൽ പറയാ? ബദക്. ബാസെ ബദക്. ഇനി അടുത്ത പിക്ചർ നോക്കൂ. അതൊരു അനിമലാണ്, ഒരു മൃഗമാണ് അല്ലേ? അതും കുറെ പേരുടെ വീട്ടിലൊക്കെ വളർത്താറുണ്ട്. അത് നമുക്ക് പാല് തരാറുണ്ട്. അതിന്റെ മീറ്റിനെ എടുത്ത് നമ്മൾ കറി വെച്ച് കഴിക്കാറുണ്ട് അല്ലേ? അതെന്താ? ആ അനിമൽ ഏതാ? ആ മൃഗം നിങ്ങൾക്ക് പരിചയമുണ്ടോ? കുറെ പേരുടെ വീട്ടിലൊക്കെ ഇത് വളർത്താറുണ്ട് അല്ലേ? ആ അനിമൽ ഏതാ? ആട് അല്ലേ? നിങ്ങൾക്കൊക്കെ പരിചയമുണ്ട് ഈ ആടിനെ അല്ലേ? ആടിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഗോട്ട് എന്ന് പറയും. പക്ഷെ ഹിന്ദിയിൽ എന്താണ് അതിനെ പറയാ? ബക്കരി. എന്താണ് ആടിനെ ഹിന്ദിയിൽ പറയുന്നത്? ബക്കരി. ബാസെ ബക്കരി. ഗോട്ട്. എന്താണ്? ബാസെ ബക്കരി ഗോട്ട്. ആട്. അപ്പൊ ബാ വെച്ചിട്ട് പറയുന്ന രണ്ട് വാക്കുകൾ പഠിച്ചില്ലേ? ഏതൊക്കെയാ? ബാസെ ബദക്, ഡക്ക്. പിന്നെയോ ബാസെ ബക്കരി ഗോട്ട്. അപ്പൊ ഭായി നമ്മള് പ ഫ ബ പഠിച്ചു. ഇനി അടുത്ത വ്യഞ്ജനാക്ഷരം ഏതാണെന്നറിയോ? ഭ. എന്താണത്? ഭ. ആ ഭ എങ്ങനെയാണെന്നറിയോ എഴുതുന്നത്? ഇങ്ങനെ കുനിപ്പിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വരയ്ക്കും. ദെൻ ഒരു സ്റ്റാൻഡിങ് ലൈൻ അതിനോടൊപ്പം ചേർത്ത് വരയ്ക്കും. ഈ ലെറ്റർ ആണ് ഭ. എങ്ങനെയാണ്? കുനിപ്പിട്ടിട്ട് ഇങ്ങനെ സീന് തിരിച്ചിടുന്നു, എന്നിട്ട് അതിലൂടെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു. ദെൻ ഇവിടെ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇതെന്താണത്? ഭ. ഭ. എന്താണത്? ഭ. ഇനി ഭ വെച്ചിട്ട് വരുന്ന വാക്ക് നമുക്ക് നോക്കാം. പേജ് നമ്പർ 33 എടുക്കൂ. അതിലൊരു അനിമല കാണുന്നുണ്ട് അല്ലേ? ആ അനിമലെ എന്താന്ന് പറയാ? തേനൊക്കെ കുടിക്കാറുണ്ട്. നിങ്ങൾക്ക് മൗഗ്ലിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ അനിമലിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. മൗഗ്ലി സിനിമയും സ്റ്റോറിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അനിമലിനെ പരിചയമുണ്ട്. മൗഗ്ലിയുടെ ഉറ്റ ഫ്രണ്ടൊക്കെയാണിത്. എന്താണത്? അതിൽ ആ പേര് നമ്മൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് മൗഗ്ലിയില്. എന്താണത്? ഭാലു. എന്താണത്? ഭാലു. കരടി, ബിയർ. ഭാലു, കരടി, ബിയർ. അപ്പൊ എന്താണ് ഭാവിച്ചു വരുന്നത്? ഭാസെ ഭാലു. ബിയർ. ഇംഗ്ലീഷ് അതിനെ പറയും ബിയർ എന്ന് പറയും. ഹിന്ദിയിൽ അതിനെ ഭാലു എന്ന് പറയും. മലയാളത്തിൽ അതിനെ കരടി എന്ന് പറയും. അപ്പൊ എന്താണ് ഭാവിച്ചു വരുന്നത്? ഭാസെ ഭാലു, ബിയർ. ഓക്കെ. അപ്പൊ ഭാ വെച്ചിട്ട് പഠിച്ചില്ലേ? ഇനി നമ്മൾക്ക് അടുത്ത വ്യഞ്ജനാക്ഷരവും കൂടി ഈ ക്ലാസ്സിൽ പഠിക്കാം. ഏതാണെന്നറിയോ? പ ഫ ഭ ഫ മ. എന്താണ്? മ. അതെങ്ങനെയാണെന്നറിയോ? ഈ ഭായിലെ കുനിപ്പിട്ടിട്ടാണ് നമ്മൾ വരച്ചത് അല്ലേ? ആ കുനിപ്പൊന്നും ഇല്ലാതെ ഒരു
സ്റ്റാൻഡിങ് ലൈൻ വരച്ച് ഇവിടെ ഒരു കുഞ്ഞു കുനിപ്പിട്ട് ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു. ദെൻ അതിനോട് ചേർത്ത് തന്നെ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു. ഈ കുനിപ്പില്ലാത്ത ഭാ വരയ്ക്കുന്നു. ഇത് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ കുനിപ്പിടുന്നു. ദെൻ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു, ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ ഈ ലെറ്റർ എന്താണോ മാ. പേജ് നമ്പർ 33 എടുക്കൂ. മാ വെച്ചിട്ട് വരുന്ന വാക്ക് നമുക്ക് നോക്കാം. എന്താണ്? നിങ്ങൾ എല്ലാവർക്കും ചോറിനോടൊപ്പം ചിലപ്പോൾ ഇത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ചിക്കൻ കഴിക്കുന്നത് പോലെ തന്നെ, മുട്ട കഴിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈ ഒരു സാധനവും നമ്മൾ ഭക്ഷണത്തോടൊപ്പം കഴിക്കാറുണ്ട്. ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ ഭക്ഷണം. ഇതുണ്ടെങ്കിൽ നന്നായി ഭക്ഷണം കഴിക്കും. എന്താ കാലത്ത് രാവിലെ എണീറ്റ് നമ്മളെ ചിലപ്പോ ഉറക്കത്തിൽ നിന്നൊക്കെ ഇവരാണ് നമ്മളെ വിളിച്ചെടുത്തുക. എന്താണ് അവരെങ്ങനെ വിളിക്കുക? മീനേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിച്ചെടുത്താറുണ്ട് അല്ലേ? ആ മീനിന് എന്താണെന്നറിയോ ഹിന്ദിയിൽ പറയുന്നത്? മച്ചലി. മാസേ മച്ചലി. എന്താണ് മീനിനെ പറയുന്നത് ഹിന്ദിയിൽ? മച്ചലി. ഇംഗ്ലീഷ് അതിനെ ഫിഷ് എന്ന് പറയും. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ മീൻ ഇങ്ങനെ പൊരിച്ചിട്ട് അതിങ്ങനെ ഭക്ഷണത്തോടൊപ്പം ചോറിനോടൊപ്പം കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണല്ലേ? എന്ത് മണമാണ് മീനൊക്കെ. ഇങ്ങനെ വീട്ടിൽ മീനൊക്കെ പൊരിക്കുമ്പോ തന്നെ നല്ല മണമാണല്ലേ? അപ്പൊ നമ്മൾ വേഗം നമുക്ക് വിശക്കും, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ? ആ മീനിനെ എന്താ ഹിന്ദിയിൽ പറയാ? മച്ചലി. എന്താണ്? മാസേ മച്ചലി, ഫിഷ്. അപ്പൊ നമ്മള് അടുത്ത ഇതും പഠിച്ചു. ഏതൊക്കെ പഠിച്ചു? വ്യഞ്ജനാക്ഷരങ്ങളിലെ നമുക്ക് ഫസ്റ്റ് തൊട്ട് നോക്കാം. ഏതൊക്കെയാ പഠിച്ചത്? എന്നിട്ട് ഇതൊക്കെ ഇത് വെച്ച് വരുന്ന വാക്കുകൾ നിങ്ങളൊപ്പം ഒരുമിച്ച് പഠിക്കണം കേട്ടോ. പാ ആദ്യം പഠിച്ചു പാ. അത് കഴിഞ്ഞിട്ട് പഠിച്ചു ഫ. പിന്നെ പഠിച്ച എന്താ? ബ. അടുത്ത എന്താ? ഫ, മ. ഓക്കെ, എന്താണ്? പാ, ഫ, ബ, ഫ, മ. പ, ഫ, ബ, ഫ, മ. ഓക്കെ, അപ്പൊ ഇത് വരുന്ന ഇതില് ഈ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങളുടെ പേജ് നമ്പേഴ്സിന്റെ താഴെ ഉണ്ട്. ആ ലെറ്റേഴ്സിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നീറ്റായിട്ട് വൃത്തിയായിട്ട് കൊടുക്കുകയും വേണം. അതിനോടൊപ്പം ഈ ലെറ്റേഴ്സ് വരുന്ന വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ടീച്ചർ എപ്പോ ചോദിക്കുമ്പോൾ ഉറക്കത്തിൽ പോലും ചോദിച്ചാലും നിങ്ങൾക്കത് പറയാൻ അറിയണം. ഓക്കെ.